നിധി പുറത്തോട്ട് വരുന്നത് കാണുമ്പോൾ ശ്രുതി പറയും ഞാനാ ഇവിടെയൊക്കെ തുടച്ചിട്ടത്. ഹരീശ്വരൻ വെറുതെ എടുത്തി ഞാനാ തുടച്ചിട്ടത്. പക്ഷേ നിധി എന്നൊന്നും മൈൻഡ് ചെയ്യാതെ ബാത്റൂമിൻ്റെ അങ്ങോട്ട് പോവാണ്. പോയ അതേ സ്പീഡിൽ തന്നെ ബാത്റൂമിൻ്റെ അവിടുന്ന് നിധി തിരിച്ചു വരും. ശ്രുതി പറയും മിക്കവാറും അച്ഛനവിടെ വെച്ച് സിഗരറ്റ് വലിച്ചു കാണും. അതാ നിധി മൂക്കും പൊത്തി വരുന്നത്. ശ്രുതി വേഗം പുറത്ത് വന്നിട്ട് അച്ഛനെ വഴക്ക് പറയാണ്. പക്ഷേ അച്ഛൻ ശ്രുതി പറയുന്നതൊന്നും മൈൻഡ് ചെയ്യില്ല. ആ സമയത്ത് നിധി പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് ശ്രുതിയെ കുറേ വഴക്ക് പറയും. ഒരാളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ല. ചെറിയ കാര്യത്തിന് വരെ കച്ചറ, അടി കൂടുക, നിരത്ത് കിടന്ന് ഉരുളുക. ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാനിവിടെ നിൽക്കില്ല. സുഭാഷ് ഇനി അങ്ങനെ ഉണ്ടാവില്ല മോളെ എന്ന് പറയുമ്പോൾ നിധി പറയും സുഭാഷേട്ട ഇതിൽ ഇടപെടരുത്. ഇവരൊക്കെ വഷളായിപ്പോയി. ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. ഒരു പേടിയോടെ ഹരീഷും അകത്തേക്ക് പോകും. അതൊക്കെ കഴിയുമ്പോൾ നിധി ഇങ്ങനെ അച്ഛനെ നോക്കും. അച്ഛൻ പറയും എന്നെയാണല്ലോ നോക്കുന്നത്, ഞാനും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അവിടുന്ന് സൈക്കിൾ എടുത്തൊന്നും മിണ്ടാതെ പോവാണ്. എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു പേടിയോടെ നിധിയെ നോക്കുകയാണ് നികേഷ്. നിധിക്ക് എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണോ? ഞാൻ വെറുതെ പറഞ്ഞില്ലടാ. നികേഷ് പറയും വെറുതെ ആണെങ്കിലും എടുത്തി അങ്ങനെ പറയരുത്. നിധി പറയും ഇവരെ നിരക്കി നിർത്തണമെങ്കിൽ അതേ വഴിയുള്ളൂ. സുഭാഷ് ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടി സുഭാഷിനെ ഫോൺ വിളിക്കുകയാണ്. ഇന്നൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. സുഭാഷ് പറയും ആ പറ്റും. അവൾ പറയും എന്നാൽ ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഇത് പണ്ട് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടിയാണോ? ഒക്കെ റെഡിയായോ എന്ന് ചോദിക്കും. സുഭാഷ് പറയും അറിയില്ലടാ, അന്ന് മാറി താമസിക്കുകയാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതാ. ഇപ്പം എന്താണെന്ന് അറിയില്ല. സുഭാഷ് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ സുഭാഷിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ പെൺകുട്ടി. സുഭാഷാണെങ്കിൽ പണിസ്ഥലത്ത് ഇടാതെ ഡ്രസ്സിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവളിങ്ങനെ സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയും വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറി വരാനുള്ള സമയമില്ലായിരുന്നു, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അവൾ പറയും ഏയ് ഒരു കുഴപ്പമില്ല ഇരിക്കുമെന്ന് പറയും. അവൾ പറയും നമ്മൾ തമ്മിൽ പിന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. സുഭാഷ് ചോദിക്കും പിന്നെ എങ്ങനെ ഇതൊക്കെ റെഡിയായത്? നിങ്ങൾ പോയതിനു ശേഷം എനിക്ക് 2-3 ആലോചനകളോട് വന്നിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമായില്ല. നിങ്ങളെനിക്ക് കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ജ്യൂസ് കൊണ്ടുവന്ന് കുടിക്കാൻ നേരത്ത് അവൾ സുഭാഷിനോട് പറയും നമുക്ക് താമസിക്കാൻ ഒരു വീട് നോക്കണ്ടേ? സുഭാഷ് ചോദിക്കും എന്തിനാ വേറൊരു വീട്? ആ വീട് തന്നെ പോരെ? വീട് പഴയതായതുകൊണ്ടാണോ? ഹരീഷിന് വർക്ക്ഷോപ്പിലേക്ക് പോകാൻ അടുത്താണ്. പിന്നെ ശ്രുതിക്ക് കാർ പാർക്ക് ചെയ്യാനൊക്കെ അവിടെ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാത്തത്. അവൾ പറയും ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം, നമ്മൾ വേറെ വീട് മാറി താമസിക്കാമെന്നൊക്കെ അനിയന്മാർ വാക്ക് തന്ന കാര്യം പറയും. പക്ഷേ ഇതൊന്നും സുഭാഷ് അറിയുന്നില്ല. സുഭാഷ് പെട്ടെന്ന് തന്നെ പറയും എന്നാൽ ഞാൻ പോവാണ്, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിധിയും ശ്രുതിയും ഹരീഷും കൂടെ കല്യാണത്തിലുള്ള ചിലവുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരികയാണ്. സുഭാഷിനെ കാണുമ്പോൾ ശ്രുതി പറയും വാ ഏട്ടാ ഇരിക്കുമെന്ന് പറയും. സുഭാഷ് ആ കസേര എടുത്തിട്ട് നടുവിലങ്ങ് ഇരിക്കും. ശ്രുതി പറയും ഞാൻ പോയിട്ട് മീൻ വാങ്ങണോ കറി ഉണ്ടാക്കാൻ? സുഭാഷ് പറയും നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിക്കോ, ഇനി എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു സംശയം തോന്നി തുടങ്ങും. സുഭാഷ് കവിതയെ കണ്ട കാര്യവും സത്യങ്ങളൊക്കെ അറിഞ്ഞതൊക്കെ പറയാണ്. സുഭാഷ് നികേഷിനെ പിടിച്ച് ചോദിക്കും എടാ ഞാൻ ഇല്ലാതെ നിനക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? നികേഷ് കരയുന്നതിൻ്റെ വക്കത്തെത്തും. നികേഷ് പറയും ഇല്ല ഏട്ടാ എന്ന് എഴുതിയിട്ട് ഏട്ടനൊരു ജീവിതം ഇല്ലാതാവുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഹരീഷും പറയും ഏട്ടന് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നത്? ഏട്ടന് വേണ്ട ഒരു ജീവിതം. സുഭാഷ് പറയും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതാണ്, അല്ലാതെ കല്യാണം കഴിക്കുന്നതല്ല. ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കല്യാണം വേണമെന്ന്? ഞാൻ പെണ്ണ് കാണാൻ വരുന്നത് വരെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അവരോടൊക്കെ സുഭാഷ് അർത്ഥം കുറിച്ച് പറയാണ് ഈ കല്യാണം നടക്കില്ല. നിധിയോട് ചോദിക്കും നീയും ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നതല്ലേ? നിധിക്ക് മറുപടിയൊന്നും പറയാനുണ്ടാവില്ല. എല്ലാവർക്കും സുഭാഷ് പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കാനേ കഴിയുന്നുള്ളൂ.